എന്താ പറയാ, നമ്മളെന്താ ഉണ്ടാക്കാൻ പോണത്? ഒരു മുട്ടക്കറിയാണ്. ഇപ്പരിപ്പ് അരച്ചതാണ്. പുട്ട്, പത്തിരി, അങ്ങനെ പൊറോട്ട. 2 ദിവസം ഇത് കേടാവേണ്ടി. ഇത് ചേച്ചിക്ക് മാത്രം അറിയുന്നൊരു മാജിക് കൂട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി. ആണോ? നന്നായി, സത്യം പറഞ്ഞാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ് ഈ മുട്ടക്കറിയുടെ സ്പെഷ്യാലിറ്റി? മുട്ടക്കറീൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുമല്ലോ, ഇപ്പം കാണാമല്ലോ. നമസ്കാരം, എല്ലാവർക്കും സംസാരം ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ആൻസി ചേച്ചിയാണ്. പറയൂ ആൻസി ചേച്ചി, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ്. ആൻസി ചേച്ചി, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ കമന്റുകളൊക്കെ വായിച്ചിട്ടില്ലായിരുന്നോ? ഒത്തിരി കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് വരും. എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിനി പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുന്നതാണ് ആൻസി ചേച്ചി പറയുന്നത്. ആൻസി ചേച്ചി, നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാലോ? എന്താണ് ഈ മുട്ടക്കറിയുടെ സ്പെഷ്യാലിറ്റി? മുട്ടക്കറീൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുമല്ലോ, ഇപ്പം കാണാമല്ലോ. ഞാനിതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പറട്ടെ, എണ്ണ ചൂടായി. ഞാൻ ഇതിനകത്തേക്കുള്ള ഉള്ളി ഇടുക കേട്ടോ. ഇതൊരു 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. തീരെ ചെറുതല്ല, ഇച്ചിരി കട്ടിക്ക്. ഇനി ഇതൊന്ന് വഴട്ടിയെടുക്കണം. ഞാൻ ശകലം ഉപ്പിടാൻ പോവാണ്. ഞാനൊരു 1/4 സ്പൂണ് ഉപ്പിടുകയാണ്. സ്പൂണ് വെളുത്തുള്ളി, ഒരു 1/4 സ്പൂണ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഞാൻ ഈ തക്കാളി ഇടാൻ പോകും. ഒരു തക്കാളി ഉള്ളൂ കേട്ടോ. ഇപ്പം ഉള്ളിയും തക്കാളി ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്, ഇതായി. അപ്പം ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ അരയ്ക്കുവാ. ഇത് ഇത്ര ഞാനിത് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് ബാക്കി ഇതിനകത്ത് തന്നെ കിടക്കുകയാണ്. ഇതൊന്നും കൂടെ വഴറ്റിയെടുക്കണം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളും കൂടി ഇടുന്നുണ്ട്. ഒരു വലിയ സ്പൂണിന് പിന്നെ മസാലപ്പൊടി, ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തത്. ഒരു നുള്ള് ഇതും കൂടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു വലിയ സ്പൂണ്. ഒരു ഇത്ര മല്ലിച്ചപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. പൊടികളിട്ടുകൊണ്ട് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ചെറിയ തീ കിടന്നിട്ടാകാൻ വേണ്ടിയിട്ട്. ഇതിന് മുളക് പൊടി വേണ്ട കേട്ടോ. മസാലപ്പൊടിക്കുള്ള എരിവുണ്ട്, പിന്നെ നമ്മൾ ഇട്ട പച്ചമുളകിൻ്റെ എരിവാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന് നമ്മൾക്ക് പിന്നെ മുളകിൻ പൊടീൻ്റെ ആവശ്യമില്ല. ഇതാണ്ട് ഈ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാണ്ട് ബാക്കി അരയ്ക്കാൻ കൊണ്ടുപോയില്ലായിരുന്നു, അത് അരച്ചത് ഇതിനകത്തേക്ക് ചേർക്കുക. ഞാൻ ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്.
ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഇതൊരു 5-6 കപ്പ് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. അണ്ടിപ്പരിപ്പ് എങ്ങനെയാ അരച്ചത്? അണ്ടിപ്പരിപ്പ് ഞാൻ വെറുതെ വെള്ളത്തിലിട്ടിട്ട് 5-6 ഉള്ളൂ. വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്തു. മിക്സിയിലിട്ടിട്ടാണ്? മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് ആ ജാറിൽ തന്നെ അരച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഞാൻ ചേർക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാ ചേർക്കുന്നത്. ചേച്ചി തേങ്ങാപ്പാലിൽ 1-ാം പാലാണോ 2-ാം പാലാണോ അങ്ങനെയില്ല, ഞാൻ കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുത്തത്. തേങ്ങാപ്പാൽ അതായത് വെള്ളം കൂട്ടി അരച്ചെടുത്ത് 1-ാം പാലും 2-ാം പാലുമായിട്ട് അല്ല എടുത്തത്. ഒരു കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ അരച്ചെടുത്ത്. 1-ാം പാലിൽ 2-ാം പാലിൽ പ്രശ്നമല്ല, കുറച്ച് വെള്ളം കൂട്ടി അങ്ങ് അരച്ചാൽ മതി. വെള്ളം കൂട്ടി തേങ്ങ അരച്ചെടുത്ത്. അതെ 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 അതെ. മറ്റേ അണ്ടിപ്പരിപ്പ് എല്ലാ കറിക്ക് യൂസ് ചെയ്യാൻ പറ്റും ചേച്ചി? ചിക്കൻ കറിക്ക് യൂസ് ചെയ്യും. അത് ചിക്കനൊക്കെ നമ്മൾ വേറെ ഓരോ വെറൈറ്റി ആയിട്ട് വെക്കുകയല്ലേ, അന്നേരം അതിന് ഓരോരോ സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നതല്ലേ. അങ്ങനെ ഇതൊന്ന് തിളച്ചാൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതിനൊരു വറവിടാനുണ്ട്. നമ്മുടെ കഴിഞ്ഞാൽ കറി കഴിഞ്ഞ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, പെട്ടെന്ന് കഴിയും നമുക്ക്. അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണത്. ആണോ ചേർക്കണത്? ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ എന്താ, നമ്മുടെ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പൊക്കെ അല്ലേ ചേർത്തേ, അപ്പം അത് ചിലപ്പം പിരിഞ്ഞു പോകും. അപ്പം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണേ. പിന്നെ ഞാൻ മുട്ട ഇടാൻ പോകും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 6 മുട്ട എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കറി റെഡിയായി. നമുക്ക് ഈ കറി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിപ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കടുക് ഇടുവാണ്. കടുക് പൊട്ടി ഞാൻ 1 ടീസ്പൂണ് പെരുംജീരകം ഇടുകയാണ്. ഒരു 2-3 ഉണക്കമുളക്, ഇനി 1 നുള്ള് കരിവേപ്പിൻ്റെ ഇല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡിയായേ. ഇപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ മുട്ടക്കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ മുട്ടക്കറി റെഡി. ഇത് നമുക്ക് അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ, അങ്ങനെ എന്തിനു വേണേലും, ദോശ ഇഡ്ഡലി അല്ല, അല്ലാത്ത എന്ത് അപ്പങ്ങളുണ്ടെങ്കിലും പത്തിരി അങ്ങനെയുള്ള പിന്നെ സാധനത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. മറ്റേ പോലെ ഉണ്ട് ചേച്ചി, കുറേ ദിവസം കേടാണ്ടിരിക്കുമോ? കുറേ ദിവസം കേടായിരിക്കും. 2 ദിവസം ഇരിക്കും. 2 ദിവസം ഇരിക്കും. ഇതിപ്പോൾ ഇന്ന് ഫുള്ള് ഇരിക്കും, നാളെ വൈകുന്നേരം. അതിപ്പോൾ നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ
കറിയിട്ട് കൊടുക്കാം, കറിയിട്ട് ഉച്ചയ്ക്ക് ചോറിന് കൊടുക്കാം. കൊടുക്കാം. എടുക്കാം ഓക്കേ, വൈകുന്നേരം വേണമെങ്കിൽ അതിന് കൊടുക്കാം. അത് 2 ദിവസം ഇത് 2 ദിവസത്തേക്ക് റെഡി ആയിട്ടിരുന്നു. റെഡി ആയിട്ടിരിക്കും. കുഴപ്പമില്ല. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. മോനൊന്ന് ചേച്ചി കേട്ടോ, നല്ല കിടിലൻ മുട്ടക്കറി ചേച്ചി, സൂപ്പറായിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആണോ? ഇപ്പം ഇത് ഞാൻ ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റാണ് എടുത്തത്. 10 മിനിറ്റ് എടുത്ത്. ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ലേറ്റ് ആണ്, ഇതിനും കുറവ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതിപ്പം ഒരു 6-7 മുട്ട ഞാൻ എടുത്തിട്ടില്ലേ, അപ്പൊ നമുക്കൊരു കുറച്ച് കറി മതിക്ക് വേഗമായി കിട്ടും. അത് മാത്രമല്ല ചേച്ചിയിൽ അണ്ടിപ്പരിപ്പിന്റെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചിക്ക് മാത്രം അറിയുന്ന ഒരു മാജിക് കൂട്ടാണ്. എനിക്ക് അങ്ങനെ പറയും, ഷെഫുമാർ അങ്ങനെ പുറത്ത് പറയാനുള്ള കാര്യമല്ല അത്. വെറൈറ്റി നമ്മൾ ചെയ്യുമല്ലോ. അതെ, എല്ലാ പ്രേക്ഷകരെല്ലാരും ഒന്ന് ചെയ്തു നോക്കാം. അതെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. പിന്നെ അപ്പം, ഇടിയപ്പം, പുട്ട്, പത്തിരി, അങ്ങനെ പൊറോട്ട, അതിനൊക്കെ പറ്റിയൊരു കറിയാണിത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ, എന്തായാലും അത് മാത്രമല്ല ചേച്ചി പറഞ്ഞു 2 ദിവസം ഇത് കേടാൻ വേണ്ടി. അതെ, ഇന്ന് ഫുള്ള് ഇരിക്കും, നാളെ ഒരു ഉച്ച വരെ എന്തായാലും ഉറപ്പായിട്ടും ഇരിക്കും. ഓഫീസിലൊക്കെ പോകുന്ന ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്കൊക്കെ വെച്ചാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ ഇരുന്നോളും. ഒരു കുഴപ്പമില്ല. അതെ 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 അതെ, ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കറിയാ. നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി. ആണോ? നന്നായി, സത്യം പറഞ്ഞാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ പ്രേക്ഷകരും എന്തായാലും ചേച്ചി പറയും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഇതിനു മുമ്പ് ചെയ്തതും എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ നല്ല കമൻറ്റുകളുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കണം ഇനിയുള്ളതും. എന്നെ മുന്നോട്ട് വിജയിപ്പിക്കാൻ നിങ്ങളാണുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.